പോപ്സ് ഡൗൺ ദി ഏജസ്, മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ, പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. നമസ്കാരം. സഭയുടെ ചരിത്രത്തിലെ സുവർണകാലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭരണ കാലഘട്ടത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. 20ാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ ഫാബിയൻ AD 236 മുതൽ 250 വരെ ഏകദേശം 14 വർഷക്കാലം അദ്ദേഹം സഭയെ നയിച്ചു. അത്ഭുതകരമായ രീതിയിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സഭയെ ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഒരു മികച്ച സംഘാടകനും നിർമ്മാതാവും ധീരനായ രക്തസാക്ഷിയുമായിരുന്നു അദ്ദേഹം. ഫാബിയന്റെ തിരഞ്ഞെടുപ്പ് സഭാചരിത്രത്തിലെ അതിശയകരമായ ഒരു സംഭവമാണ്. ആന്റിറസ് പിതാവിന്റെ മരണശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വിശ്വാസികൾ ഒത്തുകൂടി. ഗ്രാമപ്രദേശത്ത് നിന്നും യാദൃശ്ചികമായി അവിടെ എത്തിയതായിരുന്നു ഫാബിയൻ. എന്നാൽ പെട്ടെന്നൊരു വെളുത്ത പ്രാവ് ആകാശത്തു നിന്നും പറന്നു വന്ന് ഫാബിയന്റെ ശിരസിൽ ഇരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. യേശുവിന്റെ മാമോദീസ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെയാണിതെന്ന് വിശ്വസിച്ച ജനക്കൂട്ടം ഫാബിയൻ തന്നെയാണ് മാർപ്പാപ്പയാകുവാൻ യോഗ്യനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു സാധാരണക്കാരനായിരുന്ന അദ്ദേഹം സഭയുടെ അത്യുന്നത പദവിയിലേക്ക് മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഫാബിയൻ പിതാവ്. റോമിലെ ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചതോടെ സഭയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ അദ്ദേഹം നഗരത്തെ 7 ഭരണമേഖലകളായി വിഭജിച്ചു. ഓരോ മേഖലയുടെയും ചുമതല ഓരോ ഡീക്കന്മാരെ ഏൽപ്പിച്ചു. ആന്റിറസ് പിതാവ് തുടങ്ങിയ രക്തസാക്ഷികളുടെ ചരിത്ര ശേഖരണം അദ്ദേഹം കൂടുതൽ ശക്തമാക്കി. ഈ സംവിധാനം വഴി പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കുവാനും സഭയുടെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഫാബിയൻ പിതാവ് വലിയ ശ്രദ്ധ നൽകി. അപ്പിയാൻ വേയിലെ കലിക്സ്റ്റസിന്റെ സെമിത്തേരി അദ്ദേഹം വിപുലീകരിക്കുകയും അവിടെ മാർപ്പാപ്പമാർക്കായി പ്രത്യേക കല്ലറകൾ, പേപ്പൽ ക്രിപ്റ്റ് പണിയുകയും ചെയ്തു. സാർഡീനിയയിൽ വെച്ച് മരിച്ച തന്റെ മുൻഗാമികളായ പോൻഷ്യൻ, ഹിപ്പൊളിറ്റസ് എന്നിവരുടെ മൃതദേഹങ്ങൾ അദ്ദേഹം റോമിലേക്ക് തിരികെ കൊണ്ടുവന്ന് ആദരവോടെ അടക്കം ചെയ്തു. ഇത് വിശ്വാസികൾക്ക് സഭയോടുള്ള ആദരവ് വർദ്ധിപ്പിച്ചു. റോമിന് പുറത്തേക്കും സുവിശേഷം എത്തിക്കുവാൻ ഫാബിയൻ പിതാവ് പരിശ്രമിച്ചു. ഇന്നത്തെ ഫ്രാൻസ് ഉൾപ്പെടുന്ന ഗോൾ പ്രദേശത്തേക്ക് സുവിശേഷ പ്രസംഗത്തിനായി അദ്ദേഹം 7 ബിഷപ്പുമാരെ അയച്ചതായി ചരിത്രം പറയുന്നു. പാരീസ്, ടൂർസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സഭ സ്ഥാപിക്കുവാൻ ഇത് സഹായിച്ചു. യൂറോപ്പിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വ്യാപനത്തിന് ഈ ദൗത്യം വലിയ അടിത്തറയിട്ടു. കിഴക്കൻ പണ്ഡിതനായ ഓരിജനുമായി അദ്ദേഹം നിരന്തരം ആശയവിനിമയം നടത്തുകയും സഭയുടെ ഐക്യം നിലനിർത്തുകയും ചെയ്തു. AD 249 ഡീസിയസ് ചക്രവർത്തി അധികാരമേറ്റതോടെ സഭയുടെ സമാധാനം അവസാനിച്ചു. എല്ലാ പൗരന്മാരും റോമൻ ദൈവങ്ങൾക്ക് ബലി അർപ്പിക്കണമെന്നും അതിൻ്റെ ലീബല്ലി അഥവാ സർട്ടിഫിക്കറ്റ് കൈവശം വയ്ക്കണമെന്നും അദ്ദേഹം ഉത്തരവിട്ടു. ഇത് സഭയെ തകർക്കുവാനുള്ള നീക്കമായിരുന്നു. എന്നാൽ ഫാബിയൻ പിതാവ് ഇതിനെതിരെ ഉറച്ചു നിന്നു. ചക്രവർത്തിയുടെ പീഡനങ്ങളെ ഭയപ്പെടാതെ
വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അദ്ദേഹം തന്റെ ആടുകളെ ആഹ്വാനം ചെയ്തു. AD 250 ജനുവരി 20 DCS ചക്രവർത്തിയുടെ പീഡനങ്ങളുടെ ആദ്യത്തെ ഇരയായി ഫാബിയൻ പിതാവ് മാറി. ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചു. താൻ തന്നെ പണി കഴിപ്പിച്ച മാർപ്പാപ്പമാരുടെ കല്ലറയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. സഭയെ ഒരു ആഗോള പ്രസ്ഥാനമായി വളർത്തിയെടുക്കുകയും അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ ഫാബിയന്റെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാകട്ടെ.